സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടുള്ള നടിയാണ് അപ്സര രത്നാകരൻ. സ്വകാര്യ ജീവിതത്തിന്റെ പേരിലാണ് പലപ്പോഴും അപ്സരയ്ക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഭർത്താവ് ആൽബിൻ ഫ്രാൻസിസുമായി അപ്സര വേർപിരിഞ്ഞു എന്നുള്ള ഗോസിപ്പുകളും ഇതിനിടയിൽ സജീവമാണ്. എന്നാൽ ഇപ്പോഴും അപ്സര ആ വാർത്തയെ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ പിരിഞ്ഞു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് അപ്സര ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സ്വകാര്യതയെക്കുറിച്ച് പറയാൻ ഞാൻ എവിടെയും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഒന്നും തന്നെ പറയാത്തത്. പക്ഷേ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതൊരു സെലിബ്രിറ്റിയുടെ വിവാഹം കഴിഞ്ഞാലും അതിന് താഴെ ആദ്യം വരുന്ന കമന്റ് 6 മാസം പോലും ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്നായിരിക്കും. കല്യാണത്തിന് ചിരിച്ചു കളിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഓവറാക്കുന്നതാണ്, അഭിനയമാണ് എന്നൊക്കെയുള്ള കമന്റുകൾ വേറെയും. കല്യാണം എന്നത് ഏതൊരാളുടെയും സന്തോഷ നിമിഷമാണ്. അത് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നതും. ചില സാഹചര്യങ്ങളിൽ പിരിയേണ്ടി വരുന്നു. ഒട്ടും പറ്റുന്നില്ല എന്ന ഘട്ടത്തിലാണ് ഏതൊരു ദാമ്പത്യവും അവസാനിപ്പിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ദാമ്പത്യത്തെക്കുറിച്ച് ഞാൻ എവിടെയും ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തിയിരുന്നില്ല. എന്തൊക്കെയായാലും ഒരു കാലത്ത് ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞവരാണ്. അവസാനം വരെ അങ്ങനെ തന്നെ ആവണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനെനിക്ക് സാധിച്ചിരുന്നില്ല. ഒരു ഷോയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ആ ദാമ്പത്യത്തിൽ ഞാൻ അനുഭവിച്ചതും പറഞ്ഞിരുന്നു. ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ വിവാഹമോചനം തെറ്റല്ല എന്ന ബോധം ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. പക്ഷേ അത് പുറത്തു വന്നപ്പോൾ പലരും തെറ്റായി വ്യാഖ്യാനിച്ചു. എന്നെക്കുറിച്ച് വരുന്ന നെഗറ്റീവ് കമന്റുകളെല്ലാം തന്നെ ആദ്യമൊക്കെ എന്നെ ബാധിക്കുമായിരുന്നു. ചേച്ചിയുടെ മകനൊപ്പം നടക്കുമ്പോൾ എൻ്റെ മകനാണെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കേട്ടതുകൊണ്ടാകും ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ വിഷമങ്ങളും കണ്ണീരും ആരെയും കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഹാപ്പിയായി ഇരിക്കാനാണ് എനിക്കിഷ്ടം. എന്നെ ആളുകൾ കാണുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് അപ്സര പറയുന്നത്.